ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ UP ഇൻ്റർവ്യൂ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഓഗസ്റ്റ് 1-ാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു ഇൻ്റർവ്യൂ കോഴിക്കോട് വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. കോഴിക്കോട് പോയിട്ടൊരു വ്ളോഗ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അത് ഞാൻ പറയുകയും ചെയ്തിരുന്നു, ഇൻ്റർവ്യൂ വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ട് തരുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് തുടങ്ങാം. രാവിലെ 10 മണിക്കായിരുന്നു എനിക്ക് റിപ്പോർട്ടിംഗ് ടൈം. ഞാനൊരു 9:30 തന്നെ സിവിൽ സ്റ്റേഷനിലെത്തി. പോയി ഒന്ന് ജസ്റ്റ് ഒരു ചായ കുടിച്ച് ഞാനതിൻ്റെ ഉള്ളിലേക്ക് വെരിഫിക്കേഷന് വേണ്ടി പോയി. ഞാൻ പോകുമ്പോഴത്തേക്കും എനിക്ക് മുന്നേ വന്നവരുടെല്ലാം വെരിഫിക്കേഷൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് എന്നെ നമ്മളോട് പുറത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തി നമ്മളെ. എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുമില്ല. അതുകൊണ്ടാണോ എന്നറിയില്ല, വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. പിന്നെ അതിനുശേഷം നമ്മൾ പുറത്തിരിക്കുന്നവരായിട്ട് കുറച്ച് ഡിസ്കഷൻ നടത്തി. എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും അങ്ങനെ ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അടുത്ത് എനിക്ക് മുന്നേ പോയൊരു ഏട്ടൻ പിന്നെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത സമയത്ത് ഭയങ്കര ടെൻഷൻ കളിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രിപ്പയർ ചെയ്തിരുന്നില്ല. അത്യാവശ്യം LPൻ്റെത് കുറച്ച് പ്രിപ്പയർ ചെയ്തത് കൊണ്ട് ആ ഒരു മനസ്സിൽ വെച്ചിട്ടാണ് ഞാനും പോകുന്നത്. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞിട്ട് വരാം എന്ന കോൺഫിഡൻസോടുകൂടി തന്നെയാണ് ഞാൻ പോയത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിലെത്തി. എത്തിയപാട് അവരെന്നോട്, ഞാൻ അങ്ങോട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് മുമ്പേ എന്നോട് ഇങ്ങോട്ട് ഗുഡ് മോർണിംഗ് തന്നെയാണ് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരിക്കാൻ പോകുമ്പോൾ ചെയ്തൊരു മിസ്റ്റേക്ക്, ഞാൻ ആ ചെയർ ജസ്റ്റ് ഒന്ന് മുമ്പിലേക്ക് വലിച്ചു. എന്നോട് ഒരു ചെയർ വലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങളാരും അത് ഇനി ചെയ്യാതിരിക്കുക, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്നിട്ട് എന്നോട് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എന്നോട് ചോദിച്ചത് ഏതാണ് ഡിഗ്രി സബ്ജക്റ്റ് എന്നാണ്. ഞാൻ ബയോഡാറ്റയിൽ ഡിഗ്രി എന്ന് മാത്രമേ എഴുതിയിരുന്നുള്ളൂ, എൻ്റെ സബ്ജക്റ്റ് എഴുതിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഹിസ്റ്ററിയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഓഗസ്റ്റ് മാസത്തിൽ ചരിത്രപരമായ എന്തെല്ലാം ദിവസങ്ങളാണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, ഓഗസ്റ്റ് 6 ഹിരോഷിമ, ഓഗസ്റ്റ് 9 നാഗസാക്കി, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം, കൂടാണ്ട് ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ എന്നും കൂടെ പറഞ്ഞു. വോളിബോൾ ഉദാഹരണം വെച്ചിട്ടാണ് ആൻസർ പറഞ്ഞത്. ഇപ്പം വോളിബോൾ കളിക്കുന്ന സമയത്ത് ആ ഒരു ഗെയിമിൽ എത്ര ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് നമുക്കറിയണം. ആ ഒരു കോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയണം. അപ്പോഴത്തേക്ക് എന്നോട് എടുത്ത് പെട്ടെന്ന് ചോദിച്ച ചോദ്യം ലിബറോ ഏത് കളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വോളിബോൾ ആണെന്ന് പറഞ്ഞു. പിന്നെ എന്നോട് അടുത്തതായി ചോദിച്ച ചോദ്യം ഒറിഗാമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. ഞാനതിന് ഉത്തരം പറഞ്ഞു, പേപ്പർ മടക്കിക്കൊണ്ട് പേപ്പർ നമ്മൾ മുറിക്കാണ്ട് വിവിധ രൂപങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനത്തെയാണ് ഒറിഗാമി എന്ന് പറയുന്നത് പറഞ്ഞു. അത് കഴിഞ്ഞപാട് എന്നോട് ചോദിച്ച ചോദ്യമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ്, നമുക്കൊരു ക്ലാസ്സിൽ എന്തെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എന്തെല്ലാം സാധനങ്ങൾ നിർമ്മിക്കാൻ പറ്റും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത്, എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത് പാവ, നമ്മൾ പാവ നാടകം കളിക്കാൻ വേണ്ടി പാവ ഉണ്ടാക്കാറല്ലേ, പാവ. പിന്നെ പേപ്പർ കൊണ്ട് വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഗ്ലോബ്, സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബ് ഉണ്ടാക്കാം. ക്ലോക്ക്, മാത്സിൻ്റെ ഒരു പഠനോപകരണമായിട്ട് ക്ലോക്ക് ഉണ്ടാക്കാം. ഇതിലാണ് ഞാൻ കൊടുത്ത ആൻസർ. പിന്നെ എന്നോട് ചോദിച്ചത് കോഴിക്കോടുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് കാപ്പാട് ബീച്ച്, വാസ്കോഡഗാമ കപ്പലിറങ്ങിയ കാപ്പാട് ബീച്ച്, അതുകൂടാതെ കുഞ്ഞാലി മരക്കാർ സ്മാരകം, പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയ വ്യക്തികളാണ് കുഞ്ഞാലി മരക്കാർ നമുക്കറിയാം. ആ ഒരു സ്മാരകം, അത് മാത്രമേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ പിന്നെ കീഴരിയൂർ ബോംബ് കേസ് കിറ്റ് ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത്, അതുപോലെ രേവതി പട്ടത്താനം, സാഹിത്യകാരന്മാരുടെ പണ്ഡിത സദസ്സ് എന്നറിയപ്പെടുന്ന രേവതി പട്ടത്താനം, ഇതെല്ലാം കോഴിക്കോടുള്ള ഒരു ചരിത്രപരമായ സ്ഥലങ്ങളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്നോട് ചോദിച്ചതിൽ എനിക്ക് ഞാൻ വിട്ടുപോയതാണ്, കിട്ടാത്തൊരു ചോദ്യമാണ് ക്വിറ്റ് ഇന്ത്യ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം യൂസഫ് മെഹർ അലിയാണ് ഉത്തരം. പക്ഷെ എനിക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയിരുന്നില്ല. അത് മാത്രമേ എനിക്ക് എൻ്റെ ഓർമ്മയിൽ എനിക്ക് കിട്ടാത്തുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലുമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരും ടെൻഷൻ അടിച്ചിട്ടൊന്നും ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പ് പോകണ്ട. മാക്സിമം നമുക്ക് എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് അവരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ അതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, നല്ല കോൺഫിഡൻസോടുകൂടി അവരെ ഫേസ് ചെയ്യുക. കിട്ടുന്നില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഇൻ്റർവ്യൂ അനുഭവം ഞാൻ വളരെ ഹാപ്പിയോടെ തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് നല്ല അനുഭവം തന്നെയായിരുന്നു. ഇൻ്റർവ്യൂ അധികം ഡിഫിക്കൽട്ടായ ചോദ്യങ്ങളൊന്നും ആയിരുന്നില്ല എന്നോട് ചോദിച്ചത്. ഇപ്പോൾ നിങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും.
എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ നല്ല ഈസിയായ ചോദ്യങ്ങൾ ചോദിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. ബൈ ബൈ.